നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം. 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യ ചൈതന്യയതി. ധ്യാനം 39. അരുളിയ ശക്തികളെ തുടർന്ന് രണ്ടാം പിരിവിവയിൽ സമതൻ വിശേഷമേകം വിരതിവരാവിഷമാവിശേഷം ഒന്നിത്തരമിവ രണ്ടു തരത്തിലായിടുന്നു. ഉണർന്നിരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്നതെല്ലാം അറിവാണ്. സ്വപ്നമായി കാണുന്നതും അറിവാണ്. യാതൊരു സ്വപ്നവുമില്ലാതെ സുഖമായി കിടന്നുറങ്ങി എന്ന് പിന്നീട് ഓർമ്മിച്ചു പറയുന്നതും അറിവാണ്. സമാധിസ്ഥനായി ദേശകാല ഭേദങ്ങൾ വിട്ട് ആനന്ദലീനനായിരിക്കുന്ന ഒരുവൻ ആ അവസ്ഥയിൽ നിന്നും പുറത്തു വന്നതിനു ശേഷം ഏതൊരു ഓർമ്മയെ വേറൊരാൾക്ക് വിവരിച്ചു കൊടുക്കുന്നുവോ അതും അറിവാണ്. ചിലപ്പോഴെല്ലാം വിവരിക്കാനാവാതെയും വിവരണം ആവശ്യമില്ലാതെയും അറിവ് തന്നെ അറിവിൽ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കാറുണ്ട്. അതും അറിവാണ്. ഈ അറിവിനുള്ള ഒരേയൊരു വിശേഷം അത് സ്വയമേവ പ്രകാശിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പ്രകാശമായിരിക്കുന്നത് കൊണ്ട് തന്നെ അത് മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. വെളിച്ചം ഏതിനെയും വെളിവാക്കി കൊടുക്കുമ്പോൾ വെളിച്ചത്തിൽ നിന്നും അന്യമായ ഒരു വസ്തുവായി തീരുന്നില്ല. അതുപോലെ അറിവ് വസ്തുതകളെ അറിയിക്കുമ്പോഴും അറിവില്ലാതായി തീരുന്നില്ല. എന്നിരുന്നാലും ആ പരിതസ്ഥിതിയിൽ ഒന്നിനെ തന്നെ പലതായി കാണുന്നുണ്ട്. ഒരേ വെളിച്ചത്തിന് എത്ര വിഷയങ്ങളെ വെളിവാക്കുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിന് അറുതിയില്ല. നമ്മുടെ സ്ഥിതി തന്നെ ആലോചിച്ചു നോക്കൂ. നമുക്കൊരു മനസ്സല്ലേയുള്ളൂ. എന്നാൽ അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അളന്നു കുറിച്ചു വയ്ക്കുന്നതും ചിന്തിച്ചു കൂട്ടുന്നതും എത്രയെന്ന് കണക്കില്ല. എത്രയെത്ര സങ്കല്പങ്ങൾ, ഭീതി ഉളവാക്കുന്ന വികല്പങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വരുന്നു. വ്യവഹാരത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രമിച്ചാൽ സ്വപ്നങ്ങൾ വന്ന് പിടികൂടുകയായി. അതുകൊണ്ടാണ് ഗുരു ഇതിനെ വിരതി വരാത്ത വിഷമാവസ്ഥയായി പറഞ്ഞിരിക്കുന്നത്. വെളിച്ചമേ ഉള്ളൂ എന്നറിഞ്ഞാൽ അത് സമബുദ്ധിയായി. അപ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ഇതെന്ത് എന്ന ചോദ്യത്തിനു മറുപടിയായി ഓരോരോ ആശയത്തെ നിരത്തിവെക്കാൻ തുടങ്ങുമ്പോൾ സമബുദ്ധി പോയിട്ട് വിഷമസ്ഥിതി വരുന്നു. ഒന്നെന്നറിയുന്ന അറിവിൽ തന്നെയാണ് വിഷമമുണ്ടാക്കുന്ന വിശേഷ രൂപങ്ങൾക്കുള്ള സാധ്യതയും മറഞ്ഞിരിക്കുന്നത്. വിഷയത്തിൽ നിന്ന് വിഷയത്തെ അറിയുന്ന മനസ്സിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ രണ്ടു ചലനങ്ങൾ കാണാം. ഒരറിവ് പറയുന്നു ഇത് ഞാനാണ്. വേറൊന്നു പറയുന്നു ഇത് ഞാൻ അറിയുന്ന വിഷയമാണ്. ഇത് ഞാൻ എന്ന് പറയുന്നതിൽ ഇത് എന്നൊരു ശബ്ദം വരുന്നുണ്ട്. ഇത് ഞാൻ അറിയുന്ന വിഷയം എന്ന് പറയുന്നതിലും ആദ്യം ഇത് എന്ന് വരുന്നുണ്ട്. എന്താണ് ഇത് എന്ന് പറയുന്നത്? അറിവ് തന്നെ. എന്തെന്ന് നിർവചിക്കപ്പെടുന്നതിന് മുൻപുള്ള അറിവ് വിഷമയായിരിക്കുന്നു. നിർവചിക്കപ്പെടുന്നത് വിശേഷം കൊണ്ടാണ്. ജനിച്ച നാൾ മുതൽ ഇന്നുവരെ ഇത് ഞാൻ എന്ന് പറയുന്നതിൽ ഒരു മാറ്റവുമില്ലാത്ത ഞാൻ ഇതിൻ്റെ വിശദീകരണമായി വരുന്നുണ്ട്. എന്നാൽ ഞാൻ എന്ന് പറയുന്ന ജ്ഞാതാവിൻ്റെ ഓരോ നിമിഷത്തിലെ അറിവും മാറ്റമുള്ളതാണ് താനും. എന്നല്ല, ഞാൻ എന്നതിന് പ്രതിനിമിഷം കൊടുക്കുന്ന അർത്ഥവ്യാപ്തി പോലും വ്യത്യസ്തമാണ്. ഏകത്തിൽ അനേകവും
അനേകത്തിൽ ഏകവും അടങ്ങിയിരിക്കുന്നു. ഇത് ഭ്രമബുദ്ധി ഉണ്ടാക്കാം, പ്രശാന്തിക്കും വക നൽകുന്നുണ്ട്. അത് വിവേകത്തെ ആശ്രയിച്ചിരിക്കുന്നു.